അത് പത്രക്കാരെ അറിയിക്കുകയാണ്. പത്രക്കാരെ ഒന്നും വിളിച്ച് കാണുന്ന ആളല്ല. ഞാൻ നട്ട നേരിട്ട് തന്ന പേപ്പർ അതിന് ഇന്നലെ ഇവിടുത്തെ ഒരു മോശപ്പെട്ട ചാനൽ എടുത്തിട്ട് അവതരിപ്പിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അത് ചോദ്യം ചെയ്യുക. അതൊന്നും ഒരു കൂടി അത് ജോലിയാണ്. ചെയ്യേണ്ട രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെടുത്ത് വെച്ച് കളിക്കാൻ ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ദൈവത്തിന് നടക്കുന്ന കാര്യം ഇനിയും ചെയ്യും. ഉടനെ പോവാൻ പറ്റുമോ സർ? എനിക്കറിയത്തില്ല. ഇത് സിക്കിം സർക്കാർ മാത്രമാണ് തൊഴിലാളി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് നമ്മളെ മാറ്റിയിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം ചെയ്യാം. ഇവിടെ ശ്രീ ശിവൻകുട്ടിയും ശ്രീമതി വീണ ജോർജും വിചാരിച്ചാൽ നിങ്ങളെ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷെ അത് അവരുടെ തലയിലെടുത്ത് ഞാനതൊരു വലിയ ഭാരമായിട്ട് വെക്കില്ല. കാരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എനിക്കറിയാം. അപ്പോ ആ ബോധം വെച്ചുകൊണ്ട് എടുത്ത് രാഷ്ട്രീയം കളിച്ചാൽ ഇത് നിങ്ങൾ ചെയ്യും എന്ന് ഞാൻ പറയില്ല. പക്ഷെ വളരെ മോശമായി പോയി. നിങ്ങളങ്ങ് ഡൽഹിയിലോട്ട് പോകും, ഞാനും വന്ന് കൂടെ അവര് പറഞ്ഞുകൊണ്ടാണ് നടന്നതെന്നാ പറയുന്നത്. ഇപ്പൊ വീഡിയോ ക്ലിപ്പ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ അവിടുത്തെ കണ്ടു, പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വന്നതെന്ന് പറയുന്നത്. ഒരു മന്ത്രിക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പം അതും നിങ്ങളെ പറഞ്ഞ് വഞ്ചിച്ചിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. വെറും എന്താണ് നുണയിൽ പിണയും പിണറായി സർക്കാർ എന്ന് ഞാനിപ്പോ പറയുന്നു. ചൊറിച്ചുമല്ലലാണ്. തിരിച്ചിട്ട് നോക്കാം. അപ്പൊ കറക്റ്റായിട്ടുള്ളത് അത്രേ. വീണ ജോർജ് കേന്ദ്രത്തിനോട് സംസാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. തള്ളുകൊണ്ട് മാത്രം നമുക്കറിയാം. പക്ഷെ നുണ കൊണ്ട് മാത്രം നീക്കിക്കൊണ്ടു പോകുമെന്ന് പറയുന്നത് अभी कोशिश कर रहे हैं. क्या कोशिश है सर जी? हाँ, आप नहीं जानते क्या कोशिश कर रहे हैं? कोशिश तो आप लोग कर रहे हो. दिल्ली में खेलोगे आपको नहीं, आप ऐसा मत बोलने का. सरकार ये जो डिजाइन किया है उसके लीगल और नियमित रूप के घटना जो है उसके अंदर खड़े होके हमें कुछ करना है तो करने की कोशिश करेंगे. ये कोशिश के बारे में मैं आपसे बोला. ठीक है ना. अगले बार से जो सेंट्रल गवर्नमेंट का जो हिस्सा है वो क्या जनधन अकाउंट से इन लोगों को मिलेगा? जनधन अकाउंट से वो भी जनधन डायरेक्ट बेनिफिट ट्रांसफर ये भी किसानों को मिलता है. ये भी जब चर्चा हुई किसानों को जैसे जनधन अकाउंट में देना चाहिए सर. आप किस चैनल से हो? जनमित्रा. Okay. Now, what was my first suggestion when I came here, when they requested my presence here? I told them the only loyal means of the money reaching you is ask the Prime Minister to send the central component, whether it is incentive, anything, through direct benefit transfer. That was my suggestion. Okay. I have proposed it to the government, the Modi government. They are thinking over it, but there are some hitches. I'm told about it. But I'm keeping my fingers crossed. It might happen. Because my man there at the helm of affairs is a specialist in surgical strikes. There will be a surgical strike. That is my expectation. होना चाहिए. ये मैं भी चाहता हूँ. उन लोगों को भी ये मिलना. ये सारे इस राष्ट्र के जो इनके जो काम से भलाई मिला, द लिविंग. അയ്യോ, എല്ലാം കൂടെ അവിടുന്ന് ഹിന്ദി ചോദിക്കുന്നത്
കേന്ദ്രം ചെയ്യാവുന്നതൊക്കെ പരമാവധി ചെയ്തു എന്നാണ് താങ്കൾ പറയുന്നത്. ചെയ്യാവുന്ന പരമാവധിയല്ല, എന്താണോ നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞു. ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം, കുറവുണ്ടെങ്കിൽ നോക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മന്ത്രി പറയുന്നത് ഇതെല്ലാം കൊടുത്തു, ഒരു പൈസ ഇന്നിപ്പോ നിയമസഭയിലടക്കം മന്ത്രി പറയുന്നത് കേന്ദ്രം കഴിഞ്ഞ 2024 0 തന്നത് എന്നുള്ളതാണ്. ശരിയാണ്, അത് നിങ്ങൾ പരിശോധിക്കണം. അത് കേരളത്തിനകത്താണ്, ഇന്ത്യൻ പാർലമെന്റിൽ ആണ് കേന്ദ്രമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവിടെ ഓൺ റെക്കോർഡ് നുണയൊന്നും പറയാനൊക്കത്തില്ല. അല്ല, അതൊക്കെ നിങ്ങൾ അന്വേഷിക്കും. അല്ല, കേന്ദ്രത്തിൽ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ടതാണോ? കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞു, അപ്പൊ ഇനിയൊന്നും അവിടെ കിട്ടാനില്ല, അങ്ങനെയല്ലേ മനസ്സിലാക്കുക? കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നത് അവസാനിച്ചു. ഇനി അത് തെറ്റാണെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ രേഖപ്പെടുത്തി തെളിയിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ തരും. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല, അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കും. നിങ്ങൾക്ക് എന്താ ജോലി? ഞാൻ എന്റെ ജോലി ചെയ്യുന്നുണ്ട്. മന്ത്രി ആവർത്തിച്ച് കള്ളം പറയുന്നുള്ള കാര്യമാണോ? എന്തിനാ എന്നെ കൊണ്ട് പറയിക്കുന്നത്? എന്റെ മന്ത്രി, എന്റെ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി പാർലമെന്റിൽ ഓൺ റെക്കോർഡാണ് പറഞ്ഞിരിക്കുന്നത്. അത് നുണയാണോ എന്ന് അന്വേഷിക്കും. അപ്പൊ ഈ രണ്ട് വാദത്തിനിടയിൽ ഈ ആശമാര് ഇനിയും സമരം തുടരേണ്ടി വരുമോ? എന്താണ്? അല്ല, അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനൊക്കെ. ഈ സമരം എങ്ങനെ അവസാനിക്കും? ഞാൻ നടക്കുന്ന കാര്യങ്ങളെ എനിക്ക് പറയാനൊക്കെ. അവസാനിക്കുകയല്ല, ഈ സമരം അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. 2012 ഈ സംവിധാനം കൊണ്ടുവന്ന് ഇന്നത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന മഹാന്മാരോട് നിങ്ങൾ ചോദിക്കൂ ഇതിന്റെ ഘടന എങ്ങനെയാണെന്ന്. അത് വെച്ചിട്ട് കേന്ദ്രത്തിന് എന്താണ് ചെയ്യാൻ ഉത്തരവാദിത്വമുള്ളത്, എന്താണ് ആ നിയമാവലിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കൂ. ഇതെല്ലാം ഫാക്ട്സ് അല്ലേ? ഒരു പദ്ധതി രൂപീകരിക്കുമ്പോ 80-20, 60-40, 50-50 ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ? വകമാറ്റി ചെലവാക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് കാര്യത്തിനും കൊടുത്താലും. ആദിവാസികൾക്ക് ഞാൻ കൊടുത്തതിനാണല്ലോ ഒരു വാക്കിന്റെ ആയുധം എടുത്തു വെച്ച് അങ്ങ് ഇല്ലായ്മ ചെയ്തത്. തൃപ്തിയായല്ലോ എല്ലാവർക്കും? ആ ഒരൊറ്റ വാക്കിൽ കടിച്ചു തൂങ്ങി അല്ലേ? അതിന്റെ വിഷയം എവിടെ പോയി? ആദിവാസികൾക്ക് അയച്ച കാശ് വകമാറ്റിപ്പോയി, അല്ലെങ്കിൽ അടിച്ചു മാറ്റി, അല്ലെങ്കിൽ ലാപ്സാക്കി, എല്ലാം പാപമാണ്. ആ വിഷയം എവിടെ പോയി? ചർച്ചയ്ക്ക് വരാതെ ആക്കിയില്ലേ നിങ്ങൾ എല്ലാവരും കൂടി? ആശമാരുടെ ഓണറേറിയം സമാനമായ രീതിയിൽ ഇവര് വകമാറ്റുന്നുണ്ട് ഇവിടെ. അല്ല, അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കി വ്യാഖ്യാനിക്കേണ്ടതെല്ലാം നിങ്ങളുടെ സൗകര്യത്തിന്, നിങ്ങളുടെ കച്ചവട മനസ്ഥിതി വെച്ച്. നിങ്ങൾക്കിത് ഇങ്ങനെ ചാനലുകളിൽ ഇങ്ങനെ വാതാടി 1-2 ആഴ്ച കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. അതിനൊന്നും ആയുധമാവാൻ എനിക്ക്. കേന്ദ്ര ഫണ്ട് കൊടുത്തു, സംസ്ഥാനം അത് ചെലവഴിച്ചു വരുന്ന അറിയില്ല. അപ്പൊ ഒരു അന്വേഷണ കേന്ദ്രം നടത്തണ്ടേ? കൊടുത്ത ഫണ്ട് എവിടെ പോയെന്ന് അറിയണ്ടേ? എന്തിന്? നിങ്ങളിവിടെ കേരളത്തിലെ ജനങ്ങളില്ലേ? കേരളത്തിലെ ജനങ്ങളുടെ വക്താക്കളായിട്ട് നിങ്ങൾ മാധ്യമങ്ങളില്ലേ? നിങ്ങൾ അന്വേഷിക്കൂ. അതോ ഇനി അതിനും CBI കൊണ്ടുവരണം? CBI വേണ്ട, കൊടുത്തു കഴിഞ്ഞാൽ കേന്ദ്ര ഉത്തരവാദിത്വം തീരുമോ? തീർന്നു. അപ്പൊ ആരെങ്കിലും വകമാറ്റി ചെലവഴിച്ചെങ്കിൽ അത് കണ്ടുപിടിക്കണ്ടേ? അല്ല, അതിനല്ലേ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആവശ്യപ്പെടുന്നത്. അത് ഔദ്യോഗികം ആവശ്യപ്പെടും. ആവശ്യപ്പെടാനൊന്നുമില്ല, കൊടുത്തേ പറ്റൂ. അങ്ങനെ ഉണ്ടെങ്കിലേ അടുത്ത ഗഡു വരൂ. കൊടുക്ക. അങ്ങനെ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ കേന്ദ്രത്തോട് നിരന്തരം ആവശ്യപ്പെട്ടത്. ആ കാര്യമാണ് കേന്ദ്രം ഇപ്പോൾ അംഗീകരിച്ചത്. അപ്പോൾ കേന്ദ്രം ഇത്രനാളും തന്നിട്ടില്ല. ഇക്കാര്യങ്ങൾ സംസ്ഥാന ആരോഗ്യമന്ത്രി കേന്ദ്രത്തോട് പലതവണ ചോദിച്ചതാണ് പറയുന്നത്. ഭാഷ മനസ്സിലാവാത്തോണ്ടായിരിക്കും. കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറഞ്ഞ ഭാഷ ചിലപ്പോൾ മനസ്സിലാവാത്തോണ്ടായിരിക്കും. ക്ഷമിച്ചേക്കും.